എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്ന കേരള ഹിസ്റ്ററിയുടെ പാർട്ടായിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ക്ലിയർ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. റാങ്ക് ഫയൽ കയ്യിലില്ലാത്തവർക്ക് ഏതെങ്കിലും സെക്ഷൻ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പം പോർച്ചുഗീസുകാരുടെ വരവ്, അവരുടെ സംഭാവനകൾ, പിന്നെ ഡച്ചുകാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുണ്ട്, പിന്നെ LDC റാങ്ക് ഫയലുണ്ട്. ഒരുപാട് പുതിയതല്ല, 4 വർഷം മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇതിലെ കറണ്ട് ഫാക്റ്റുകളൊക്കെ നോക്കണം. പിന്നെ അല്ലാതെയുള്ളത് നോട്ടുകൾ മാറ്റമില്ലല്ലോ. കറണ്ട് അഫയേഴ്സ് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായിച്ച് പഠിക്കാം, പക്ഷേ 22, 23 കാലയളവിലുള്ളതല്ല. ഷോർട്സ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ടെലഗ്രാമിലൊക്കെ വരുന്നതാണ് ഞാൻ വായിച്ചിടുന്നത്. ക്ലാരിറ്റി കുറവ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, അതെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആണ്. റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന്. ആദ്യ സംഘടിത പ്രക്ഷോഭം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ് എഴുതേണ്ടത്. പിന്നെ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. തലശ്ശേരി. കൺഫ്യൂസിങ് ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറിച്യർ കലാപമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കിയായിട്ട്.